നെടികാട് പള്ളിയിലെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെ കൊണ്ടുള്ളൊരു യാത്രയാണിത്. 3 വർഷത്തിൽ ഒരിക്കലുള്ളൊരു യാത്രയാണിത്. പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. 6 മണിക്കൂർ നീണ്ട യാത്ര. ഏതാണ്ട് വെളുപ്പിനെ 5 മണിയോടെ കൊടൈക്കനാലിലെത്തി. തണുപ്പെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ആ സമയത്തൊരു ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. രാവിലെ 7 മണിക്ക് ഞങ്ങൾ കുർബാനയൊക്കെ ചൊല്ലിയതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് അടുത്തുള്ള ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. ഭക്ഷണം പിന്നെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ചാൻ കഴിച്ചു. ഒന്നും നോക്കി. അവിടുന്ന് 2 ബസ്സുകളിലായിട്ടാണ് ഞങ്ങൾക്ക് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ആരംഭിക്കാനായിട്ട് സാധിച്ചത്. എന്താ വികാരിച്ചനും പിള്ളേർ അപ്പുറത്തെ വണ്ടി ഇരിപ്പുണ്ട്. ഞങ്ങൾക്കൊരു പറ്റി അത് അവസാനം പറയാം. ഏതാണ്ട് 9 മണിയോടെ ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടായ സൂയിസൈഡ് പോയിന്റിലെത്തി. അവിടുന്ന് നേരെ പോയത് പില്ലർ റോക്സിലേക്കാണ്. അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ് ഇവിടെ. എല്ലാ സ്പോട്ടുകളും ഏതാണ്ട് അടുത്തടുത്തൊക്കെ തന്നെയാണ് ഇവിടെ. മെയിനായിട്ട് 5 സ്പോട്ടുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ടത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ഫേമസ് ആയ സ്ഥലമുണ്ടല്ലോ, ഗുണ കേവ്സ്, അങ്ങോട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ ഗുഹകളിൽ ഒന്നാണിത്. ഇതിന് ഡെവിൾസ് കിച്ചൺ എന്നൊക്കെയാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 1821 ഈ ഗുഹ കണ്ടുപിടിക്കുന്നത്. വെരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഏതാണ്ട് 10,000 അടി താഴ്ചയൊക്കെ ഇതിന് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. സിനിമയെ പറയുന്ന പോലെ സുഭാഷ് മാത്രമേ ഇതുവരെ ഈ ഗുഹയിൽ പോയിട്ട് തിരിച്ച് എത്തിയിട്ടുള്ളൂ. വളരെ അപകടം പിടിച്ച ഒരു ഗുഹ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഗുഹയിലേക്കുള്ള പ്രവേശനങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ്. നമുക്കങ്ങനെ പ്രവേശനമില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പാമ്പ് കിടക്കുന്ന പോലെ വളഞ്ഞു കിടക്കുന്ന ഈ മരങ്ങളിലെ വേരുകൾ. ഇത് കണ്ടോ, ഇതാണ് മറ്റൊരു കുഴപ്പം. ഇവിടെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇതുപോലെ കുറേ കുരങ്ങന്മാരുണ്ട്. മരെല്ലാം അടിച്ചു മാറ്റും. പാവം ചേട്ടയിൽ നിന്ന് അടിച്ചു മാറ്റി കുപ്പി നൈസായിട്ട് പൊട്ടിച്ച് വെള്ളം കുടിക്കുന്ന നോക്കി. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അടുത്തത്, പൈൻ ഫോറസ്റ്റ്. ഏതാണ്ട് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെയുള്ളത്. വികാരിച്ചിൻ്റെ കൂടെ നിന്ന് ആരാധകർ ഫോട്ടോ എടുക്കുവാണ്. പിന്നെ നമ്മുടെ അണ്ണന്മാരൊക്കെ അകത്ത് കയറി കുതിരപ്പുറത്ത് കയറാനുള്ള തിരക്കിലാണ്. ഇവിടെ കുതിരസവാരി ഉണ്ട്, അത് നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ലാസ്റ്റ് സ്പോട്ടാണ് അടുത്ത് നമ്മൾ ചെല്ലുന്നത്, മോയർ പോയിന്റ്. ഏതാണ്ട് 1929 സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴ്വരയുടെ അതിമനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ വികാരിച്ചിൻ്റെ പുറകോട്ട് നോക്കിയാൽ ചെറിയൊരു ചുഴലിക്കാറ്റിങ്ങനെ വരുന്നത് കാണാം. പിന്നെ ഇവിടെ നമ്മൾ ഈ മഞ്ഞ് മൂടി കിടക്കുവാണെങ്കിൽ നമുക്ക് അധികം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ ചേട്ടന്മാർ ചെറിയ റീൽസൊക്കെ പിടിച്ച് ഡാൻസ് കളിച്ച് പയ്യെ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ചെന്നാൽ ഇതുപോലെ കുറേ കടകളൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാവും. ആരെയും കൊതിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഫ്രഷ് പച്ചക്കറികളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഇത് മാത്രം കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് നേരെ പോയത് കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. ഇവിടെ ബോട്ടിങ് അത് ഇതൊക്കെ ആയിട്ട് എല്ലാവരും പല വഴിക്ക് ഇങ്ങനെ കറങ്ങി. ഏതാണ്ടൊരു 3 മണി വരെ ഞങ്ങളിങ്ങനെ കറങ്ങിയാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ 70 സിനിമ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. പിന്നെ വികാരിച്ചിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാവരും സിനിമ കാണാനായിട്ട് പോയി. നമ്മുടെ 70 എഫക്റ്റ് അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നോ, കുലുങ്ങി പറഞ്ഞ് ഒരു പരിവായി സിനിമ കഴിഞ്ഞപ്പോഴേക്കും. സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ കണ്ടില്ലേ, നമ്മുടെ HM തങ്കേഷ് സാറിൻ്റെയൊക്കെ കിളി പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്, ഹോട്ടൽ മഹാരാജാസ്. ഇവിടെയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 3 മണിയോടെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്കും ധാരാളം കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, വൈഗ ഡാമാണ് ആ ദൂരെ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് നേരെ കമ്പത്തേക്കാണ്. കമ്പം മുന്തിരിത്തോട്ടം കാണുമെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ടാണ് യാത്ര. ഇതിന് മുമ്പായിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊന്ന് ഇറങ്ങി. ഇവിടെ നമ്മൾ ഈ കറി വിളമ്പി തരുന്നത് ബായൊന്നുമല്ല, ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ ജേസൻ ചേട്ടനാണ്. പുള്ളി ഓൾ ഇൻ ഓളാണ്. പുള്ളി എല്ലാ റോളും വഹിക്കും. അങ്ങനെ ഏതാണ്ട് 7 മണിയോടെ നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തി. ഇവിടെ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുള്ളതാണെങ്കിലും ഓരോ തവണ വരുമ്പോഴും പുതിയ മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ രാത്രി വരുന്നത് ആദ്യമായിട്ടാണ്. രാത്രി ഈ മുന്തിരികളൊക്കെ ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറേ പേര് മുന്തിരി മേടിക്കാൻ പോയി. ചിലരൊക്കെ വൈൻ മേടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ആ യാത്ര ഏതാണ്ട് 11:30 നെടികാട് പള്ളിയുടെ മുറ്റത്തെത്തി. അങ്ങനെ നമ്മുടെ ടൂറ് ഇവിടെ അവസാനിച്ചു. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.